ലൂണക്ക് പരിക്കേറ്റത് ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ലൂണക്ക് പകരക്കാരനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുമോ ഇല്ലയോ എന്നതായിരുന്നു ആരാധകരുടെ പ്രധാന സംശയം. പിന്നീട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ലൂണക്ക് പകരക്കാരനെ ടീമിലെത്തിക്കുകയില്ല എന്നും സൂപ്പർ കപ്പിന്റെ ഇടവേളയിൽ ലൂണ കളത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത് എന്നുമായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശ്രീനാഥ് മധുകുമാർ എന്നൊരു പ്രമുഖ കമന്റേറ്ററുടെ റിപ്പോർട്ട് ഇപ്പോൾ ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണക്ക് പകരക്കാരനെ ടീമിലെത്തിക്കുമെന്നും ലൂണ ഈ സീസണിൽ ഇനി തിരിച്ചെത്തുകയില്ല എന്നുമാണ്. അതേസമയം ജനുവരി 20 മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയാൻ ലൂണക്ക് പകരക്കാരനെ പ്രഖ്യാപിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് അൽവാരോ വാസ്കസിനെ 1 വർഷത്തെ ലോൺ കരാറിൽ ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് ഫേക്കാണ് എന്നായിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വാസ്കസിന്റെ നിലവിലെ ക്ലബ്ബുമായി 1 വർഷത്തെ ലോൺ കരാറിൽ അദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നു എന്നതായിരുന്നു റൂമർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതൊരു ഫേക്കാണ് എന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അൽവാരോ വാസ്കസിനെ തിരികെ ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. നമുക്കറിയാം 2021-22 എന്ന ഒരൊറ്റ സീസൺ കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ സൂപ്പർ താരമാണ് അൽവാരോ വാസ്കസ്. എന്തായാലും ലൂണക്ക് പകരമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരെയാകും ടീമിലെത്തിക്കുക എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ തന്നെ പുറത്തു വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അൽവാരോ വാസ്കസ് ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.